നമുക്കറിയാം യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു ഈ ഭൂമിയിൽ താനായിരുന്ന സമയത്ത്. അതിൽ 12ാമത് യൂദാസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് ആ സ്ഥാനം നഷ്ടപ്പെടുത്തുന്നുണ്ട്. പിന്നീട് 12ാമത് വേറൊരുവനെ ആ സ്ഥാനം കൊടുത്ത് ആക്കി വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മത്യാസ് എന്നാണ്. ഈ യേശു ഈ ഭൂമിയിൽ നിന്നും മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ഈ 12 ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു, എസ്പെഷ്യലി എങ്ങനെയാണ് ഇവർ മരിച്ചത്, എങ്ങനെയാണ് ഇവർ കൊല്ലപ്പെട്ടത്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്പർ 1 പത്രോസ് ആണ്. നമുക്കറിയാം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു പത്രോസ്. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഓടിപ്പോയവനാണ് പത്രോസ്. എന്നാൽ പിന്നീട് യേശുക്രിസ്തു തന്നെ പത്രോസിനെ മടക്കി കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പത്രോസിൻ്റെ ലീഡർഷിപ്പിലാണ് റോമിൽ മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിച്ചത്. മാത്രമല്ല വെസ്റ്റേൺ യൂറോപ്പിൻ്റെ ഭാഗത്ത് സുവിശേഷം എത്തിച്ചത് പത്രോസിൻ്റെ നേതൃത്വത്തിലാണ്. അതായത് ഇന്നത്തെ ജർമ്മനി, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഓസ്ട്രിയ ഇതൊക്കെ അതിൽ പെടും. ഇവിടെയൊക്കെ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം എത്തിക്കാൻ പത്രോസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ AD 64 പത്രോസിനെ ക്രൂശിക്കുന്നത്. റോമ ഗവൺമെൻറ് പത്രോസിനെ തല കീഴായിട്ട് ക്രൂശിച്ചു കൊന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് ആൻഡ്രൂ ആണ്. ആന്ത്രയോസ് പത്രോസിൻ്റെ ബ്രദറാണ്. അന്ത്രയോസ് യാത്ര ചെയ്തതും കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതുമൊക്കെ ശരിക്കും ഗ്രീസിൻ്റെ പ്രദേശങ്ങളാണ്. AD 60-നും 70-നും ഇടയിൽ റോമ ഗവൺമെൻറ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു എക്സ് ഷേപ്പ് ക്രോസിൽ ഇദ്ദേഹത്തെ ക്രൂശിച്ചു കൊന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്തത് ജെയിംസ് ദ ഗ്രേറ്റ് ആണ്. യാക്കോബാണ്. യാക്കോബ് ജെറുസലേമിൽ തന്നെ ഉണ്ടായിരുന്നു. കർത്താവിനെ പറ്റി, യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ച് അവിടെ ഒരുപാട് പേരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് യാക്കോബിന് കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ രാജാവായ കിങ് ഹെറോദ് അഗ്രിപ്പ യാക്കോബ് ജൂയിഷ് കസ്റ്റംസിന് ഒരു വെല്ലുവിളിയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ കൊന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. AD 44 അഗ്രിപ്പ രാജാവ് യാക്കോബിനെ കൊല്ലുകയുണ്ടായി. തൻ്റെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല യാക്കോബാണ് കർത്താവിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി മരിച്ച ആദ്യത്തെ ശിഷ്യൻ യാക്കോബാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി ചില പഠനങ്ങൾ പറയുന്നത് യാക്കോബ് സ്പെയിനിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് രക്തസാക്ഷിയായി. ഇന്നും യാക്കോബിൻ്റെ പേരിൽ ദ വേ ഓഫ് സെയിൻറ്റ് ജെയിംസ്, ദ കമിനോ ഡി സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ചർച്ച് സ്പെയിനിൽ ഇന്നും ഉണ്ട്. അടുത്തത് യോഹന്നാനാണ്. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു അദ്ദേഹം. യോഹന്നാനാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത്. അതിനുശേഷം വെളിപ്പാട് പുസ്തകം എഴുതുവാനായിട്ട് പത്മോസ് എന്ന ഐലൻഡിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങളൊക്കെ ഏഷ്യ മൈനറിലാണ് അദ്ദേഹം ചെലവഴിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏകദേശം AD 100 എഫസോസിൽ വെച്ചിട്ട് സാധാരണ നിലയിലാണ്, നോർമൽ കോഴ്സസിലാണ് അദ്ദേഹം മരിക്കുന്നത്. അടുത്തത് ഫിലിപ്പാണ്. ഫിലിപ്പ് കുറച്ച് വർഷങ്ങൾ ജെറുസലേമിൽ തന്നെ ഉണ്ടായിരുന്നു, യേശുവിനെ പറ്റി സംസാരിക്കാനും യേശുവിൻ്റെ സുവിശേഷമൊക്കെ അറിയിക്കാനും. അതിനുശേഷം അദ്ദേഹം ഏഷ്യ മൈനറിലെ ഫ്രിജിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. AD 80 ഹൈറബോളിസിൽ വെച്ചിട്ടാണ് ഫിലിപ്പ് മരിക്കുന്നത്. അടുത്തത് ബർത്തലോമായി. യേശുവിന് വേണ്ടിയിട്ട് രക്തസാക്ഷിയായ മറ്റൊരു വ്യക്തിയാണ് ബർത്തലോമായി. അദ്ദേഹം യാത്ര ചെയ്തത് അർമേനിയയിലേക്കാണ് എന്ന് കാണുന്നുണ്ട്. ബർത്തലോമായി കൊല്ലപ്പെട്ടത് പല പഠനങ്ങൾ പലതരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ ജീവനോടെ അദ്ദേഹത്തിൻ്റെ തൊലി ഉരിച്ച് അദ്ദേഹത്തെ ചിരച്ഛേദനം ചെയ്ത് അദ്ദേഹത്തെ കൊന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പഠനം പറയുന്നത് അദ്ദേഹത്തെ അടിച്ച് അദ്ദേഹത്തെ തല കീഴായിട്ട് ക്രൂശിച്ചു, പിന്നീട് അദ്ദേഹത്തെ ചിരച്ഛേദനം ചെയ്ത് കടലിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബർത്തലോമായി പറ്റി പല പഠനങ്ങൾ പറയുന്നുണ്ട്. ഏതാണ് ശരിയെന്ന് ഇതുവരെ വ്യക്തമല്ല. അടുത്തത് തോമസ് ആണ്. തോമസ് നമുക്കറിയാം, അദ്ദേഹം യാത്ര ചെയ്തത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ ദ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കാരണമായി തീർന്നത് തോമസിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവാണ്. തോമസും ശരിക്കും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. AD 72 ചെന്നൈയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്തത് മാത്യു ആണ്. മത്തായി.
അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം ഒരു ടാക്സ് കളക്ടറായിരുന്നു. ഏകദേശം ഒരു 60 to 70 AD മാത്യു എത്യോപ്യയിലേക്ക് അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് യാത്ര ചെയ്തു. മാത്യുവിൻ്റെ മരണം ചില പഠനങ്ങൾ പറയുന്നത് അദ്ദേഹം സാധാരണ നിലയിൽ മരിച്ചു എന്നാണ്. എന്നാൽ ചില പഠനങ്ങൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ തല ശിരച്ഛേദനം ചെയ്തിട്ട് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തെ ചുട്ടരിച്ചു കൊന്നു എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് തദ്ദായി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. തദ്ദായി പേർഷ്യൻ ടെറിട്ടറിയിലേക്കാണ് യാത്ര ചെയ്തത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ സൊറാസ്ട്രിയൻ കമ്മ്യൂണിറ്റിയിലൊക്കെ കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തദ്ദായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. AD 65 ബാബിലോണിയൻ അതേപോലെ അർമേനിയൻ ട്രഡീഷൻ തദ്ദായിനെ അറസ്റ്റ് ചെയ്യുകയും അവരുടെയൊക്കെ ദൈവങ്ങളെ താൻ റെഫ്യൂസ് ചെയ്തു എന്ന പേരിൽ അദ്ദേഹത്തെ കൊന്നുകളയുകയുണ്ടായി. അടുത്തത് സൈമൺ ദ സീലറ്റാണ്. അദ്ദേഹം തദ്ദായിയുടെ കൂടെ പേർഷ്യയിലേക്ക് യാത്ര ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹമാണ് ഇന്നത്തെ ഇറാനിലുള്ള ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് താനാണ് കാരണമായി തീർന്നത്. അദ്ദേഹം മരിക്കുന്നത് AD 74 വേറൊരു യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്, ജെയിംസ് ദ സൺ ഓഫ് അൽഫായിസ്. അദ്ദേഹം യാത്ര ചെയ്യുന്നത് സിറിയയിലേക്കാണ്. സിറിയയിലെ എല്ലാവിധ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് യാക്കോബിനാലാണ്. AD 62 യാക്കോബിനെ അവിടുത്തെ കുറച്ച് ജനങ്ങൾ കൂടി ചേർന്ന് കൊലപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. സാധാരണ നിലയിൽ മരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ചില പഠനങ്ങൾ അങ്ങനെയും പറയുന്നുണ്ട്. അടുത്തത് യൂദാ ഇസ്കരിയോത്ത. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നെങ്കിൽ പോലും യേശുവിനെ ഒറ്റിക്കൊടുത്തവനാണ് യൂദാ ഇസ്കരിയോത്ത. താൻ മരിക്കുന്നത് മാത്യു ചാപ്റ്റർ 27 3 to 10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്, താൻ സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ യൂദാ മരിച്ചത് സ്വയം കെട്ടിത്തൂങ്ങിയാണ് മരിച്ചത്. ശിഷ്യന്മാരിൽ ആദ്യം മരിക്കുന്നത് യൂദാസാണ്. അവസാനമായിട്ട് മത്തിയാസ് നമുക്കറിയാം, യൂദയ്ക്ക് പകരം ശിഷ്യനായ വ്യക്തിയാണ് മത്തിയാസ് യാത്ര ചെയ്തത് എത്യോപ്യയിലേക്കാണ്. അവിടെ വെച്ച് താൻ മരിച്ചു. താൻ എങ്ങനെ മരിച്ചു എന്ന് വ്യക്തമായ റെക്കോർഡ്സ് ഇല്ല. എന്നാൽ അദ്ദേഹം സാധാരണ നിലയിൽ മരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം തിരിച്ച് റോമിലേക്ക് കൊണ്ടുവന്ന് അവിടെ അടക്കം ചെയ്തു എന്നും പറയപ്പെടുന്നു.